നിങ്ങൾ ഏതോ ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ടല്ലോ, നമ്മളോട് പറയാ വിലനെ വിളിപ്പിക്കുകയാണ്, നിങ്ങൾ ഏതോ ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ടല്ലോ, ആ ബുക്കില് സർവമത സത്യവാദമാണല്ലോ പഠിപ്പിക്കുന്നത്. ഏത് മതത്തിലായാലും കുഴപ്പമില്ല, ദിക്റേ ഖൽബ് ഉണ്ടായാൽ മതി എന്ന് പഠിപ്പിക്കുന്ന ഒരു ബുക്ക്. കാരണം നമ്മളെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് ഇയാൾ വഞ്ചനയാണ്, ദജ്ജാലല്ലേ, ദജ്ജാലൂന കദാബൂനല്ലേ എന്നിട്ടൊരു പുസ്തകം വായിക്കുകയാണ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞങ്ങളിവിടെ 2013 കാലഘട്ടങ്ങളിൽ ഞങ്ങൾ നിങ്ങളുടെ സംഘടനയിൽ നിന്ന് പോന്ന് ഞങ്ങളുടെ മശായിഖന്മാരുടെ കീഴിൽ ഞങ്ങളിവിടെ പ്രഭാഷണം നടത്തുന്നുണ്ട്, ഞങ്ങളിവിടെ എഴുതുന്നുണ്ട്. ഞങ്ങൾ എല്ലാ ദിവസവും എന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ പ്രഭാഷണങ്ങൾ ഞങ്ങളുടെ ചാനലുകളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല, ഞങ്ങൾ പറയുന്നതിനെ സ്ഥിരീകരിച്ചുകൊണ്ട് വന്യരായ ശൈഖുന വിശദമായി പറയേണ്ട ശൈലിയിൽ പറഞ്ഞു തരുന്നുണ്ട്. ഇത്രയും അധികം പ്രഭാഷണങ്ങൾ യൂട്യൂബിലുണ്ടായിട്ട്, ഇത്രയും വർഷത്തെ ഞങ്ങളുടെ സംസാരങ്ങൾ ഉണ്ടായിട്ട്, പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിനെതിരിൽ എന്തെങ്കിലും ഒരു വാദം ഞങ്ങൾക്കുള്ളതായി തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല, ഇനി കഴിയുകയുമില്ല എന്നതിൻ്റെ രേഖയാണ്. എന്ത് ഇപ്പം ആളുകളെ പറ്റിക്കാണ്. ആള് എന്ന് പറയാതെ വല്ല വായിക്കുക. എന്നാൽ നമ്മൾ അഥവാ ചോദിച്ചാൽ പറയാലോ, ഞങ്ങൾ നിങ്ങളാന്ന് പറഞ്ഞില്ലല്ലോ. എന്നൊരു പാട്ടും ഉണ്ടാവുന്നത്, ആരാ പടച്ചോനെന്ന് ചോദിച്ചാൽ മടവൂരാന്ന് പറഞ്ഞേക്ക്, ഇതാണ് ഞങ്ങൾ പറഞ്ഞത്. ആ പാട്ട് ഇവിടെ വന്ന അന്ന്, ഏത് മടവൂരാണ് പടച്ചോൻ എന്നുള്ള പാട്ട് വന്ന ഉടനെ ആ പാടിയത് ശരിയല്ലെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ആദ്യത്തെ സംഘം ഞങ്ങളുടെ സംഘമാണ്. ഞങ്ങളത് പറയേണ്ടടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് പറഞ്ഞ ആള് കാഫിറാണെന്നോ മുശ്രിക്കാണെന്നോ ശരിയല്ലെന്നോ അത് പറയാനും പാടില്ല ഞങ്ങൾ പറഞ്ഞു. കാരണം അദ്ദേഹം തന്നെ അതിൻ്റെ ഉദ്ദേശം വിശദീകരിച്ചു. മടവൂർ ശൈഖുന ആ ഖാലിഖായ റബ്ബിൻ്റെ പ്രതിനിധിയാണ് എന്നാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ്. മുജാഹിദിൻ്റെ ഉദ്ദേശം വരെ നന്നാക്കി കൊടുക്കാൻ പറ്റും. എന്നാ പിന്നെ ഇതുമാണ് നന്നാക്കി കൊടുത്തൂടെ? ആ പാടിയവൻ്റെ ഉദ്ദേശം ഇവിടെ വ്യക്തല്ലേ? ഇനി ഒരു ബുക്ക് വായിച്ചു വരികയാണ്. ഈ ബുക്ക് വായിച്ചു വന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് ഒരുത്തരും വിചാരിക്കേണ്ടതില്ല. ഈ ബുക്ക് വായിച്ചത് എന്തിൻ്റെ തെളിവാ? ഞങ്ങളുടേതായി ഒന്നും നിങ്ങളെ കയ്യിലില്ല എന്നുള്ളതിൻ്റെ രേഖയാണ്. ഇന്നലെ താനൂരിലെത്തി, അവിടെ നമ്മൾ വരും. പരപ്പനങ്ങാടിയിലെത്തി, അവിടെ ഞങ്ങൾ വരും. പിന്നെ ഉള്ളാളെത്തി, അവിടെ എന്തായാലും ഇൻഷാ അല്ലാഹ് വരും. ഇവിടെ നിങ്ങളെ വിടാൻ പോയിട്ടില്ല. ഈ സ്ഥലങ്ങളിലെല്ലാം താനൂർ വായിക്കുമ്പോൾ പറഞ്ഞു, ഇത് ഞാൻ ആദ്യമായിട്ട് വായിക്കാണ്. പരപ്പനങ്ങാടി പറഞ്ഞു, ഞാൻ ഫസ്റ്റ് വായിക്കാം. കാരണം ഇത് ഇന്ന് കിട്ടിയതാണ്. അതൊക്കെ ഞങ്ങൾക്ക് എത്ര മുമ്പ് കിട്ടിയിട്ടുണ്ടെന്ന് അയാൾ മനസ്സിലായി. എന്നിട്ട് മൂപ്പരെ അടുത്തുള്ളത് എന്താ? അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി, ഞങ്ങളതിൻ്റെ ഒറിജിനൽ തന്നെ പിടിച്ചാൽ നിൽക്കുന്നത്. എന്താണ് ഇതൊക്കെ? എന്നിട്ട് നമ്മളോട് പറയും, അതാ ഒരു ബുക്ക് ഇറങ്ങിയിട്ടുണ്ട്, ആ ബുക്കിൽ ഇന്ന വിശ്വാസങ്ങളുണ്ട്, അത് ശരിയല്ല. ഒന്ന് കേട്ടോളൂ അദ്ദേഹം ഉള്ളാളത്ത് വെച്ച് പറഞ്ഞത്. നിങ്ങൾ കണ്ടോ ഒരു ബുക്ക്? ഇതൊരു വ്യാജത്വരീക്കത്തുകാരെ ബുക്കാ. പേര് ഞാൻ പറയൂല. പറയാത്തെന്താ അറിയോ? പറയൽ ആവശ്യമായി വരുമ്പോ പറയൂ. പറയാത്ത അത് പറഞ്ഞാൽ ഓരോരുത്തർ അതിങ്ങനെ അതെവിടെയാ കിട്ടാൻ നോക്കിയാക്കും. എന്നിട്ട് വേണ്ടാത്ത വായിക്കും. നിങ്ങളുടെ അവസ്ഥ അതേ വായിച്ചത്. ഞാൻ ഡോക്ടറാ, എനിക്ക് ചിലപ്പോ മലവും പരിശോധിക്കേണ്ടി വരും, മൂത്രവും പരിശോധിക്കേണ്ടി വരും, ചരവും പരിശോധിക്കേണ്ടി വരും, എന്നിട്ട് മരുന്നും കൊടുക്കേണ്ടി വരും. നിങ്ങളെന്തിന് മലം പരിശോധിക്കാൻ പോകണം? നിങ്ങളെന്തിന് മൂത്രം പരിശോധിക്കാൻ പോകണം? എനിക്ക് മരുന്ന് കൊടുക്കണം. അപ്പൊ എനിക്കതൊക്കെ പരിശോധിക്കേണ്ടി വരും. അതുകൊണ്ട് അതൊന്നും നിങ്ങൾ തിരയണ്ട. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. തെരഞ്ഞിട്ട് വിട്ടുകൊണ്ട, നിങ്ങളെ കൈമിൽ നെൽസാക്കണ്ട. നിങ്ങളെ കയ്യോന്ന് ചോദിക്കും എന്നോട്. എന്റെ കൈ കുറയിട്ടിട്ടുണ്ട്. അങ്ങനെ നെൽസ് വരളുന്ന കൈയല്ല. മനസ്സിലായില്ലേ? ഞാൻ അഹങ്കാരമാണ് നിങ്ങളെ പറ്റിച്ചത്. ഈ അഹങ്കാരമാണ് താങ്കളെ കുഴിയിൽ ചാടിച്ചത്. എന്താ പറഞ്ഞേ? ഒരു വ്യാജത്വരീക്കത്തുകാരന്റെ ബുക്ക് ഞാൻ വായിക്കുന്നു. പേര് പറയൂലല്ലോ, കാരണം ദജ്ജാലല്ലേ. പറഞ്ഞാൽ ഇത് പൊള്ളൂലേ, കഴിഞ്ഞില്ലേ? വായിക്കാ ബുക്കാരെഴുതി ഞങ്ങൾ എഴുതിയതാണോ, അല്ലെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും മശായിഖന്മാർ എഴുതിയതാണോ? എന്താ നിങ്ങൾ പറയാ? എനിക്ക് മലം പരിശോധിക്കേണ്ടി വരും, ആ പണി എടുത്തോ, എനിക്ക് തന്നെ പറ്റുള്ളൂ. അതേ സമയത്ത് ഈ ബുക്കാരുടേത് പറയണം. ഞാൻ ഇതെല്ലാം നോക്കുമ്പോ എനിക്ക് പ്രൊട്ടക്ഷനായിട്ട് കവറുണ്ട്. കവറിന് പ്രൊട്ടക്ഷൻ തരാൻ പറ്റിയ സംഭവമല്ല ഇത്. ഞാൻ പറഞ്ഞില്ലേ, എന്നോട് അന്ന് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ മർക്കസിന്റെ റൂമിന്റെ ഉള്ളിൽ എൻ്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞൊരു വാചകമുണ്ട്. പലപ്പോഴും അദ്ദേഹം എനിക്ക് അത്തരം കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ട്.
അബൂദാബിയിൽ ഒരിക്കൽ ഒരു ഹാജിയാരുടെ വീട്ടിൽ ഞാനും മൂപ്പരുണ്ടായിരുന്നു. അന്നൊരു പകൽ മുഴുവനും അദ്ദേഹം പങ്കെടുത്ത സംവാദങ്ങളുടെ കഥകൾ അദ്ദേഹത്തിന്റെ നെഞ്ചത്തന്റെ കൈവച്ചുകൊണ്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾ ആരെതിർത്താലും ഈ വഴിയിൽ പോകണമെന്ന് അദ്ദേഹം അന്ന് ഉപദേശിച്ചിട്ടുണ്ട്. രണ്ടാമതായി മർക്കസിന്റെ ഉള്ളിൽ കൊണ്ടുപോയി, മോനെ, ഗണ്ണന രംഗത്തും സംവാദ രംഗത്തും നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്കൊരു കാവല് വേണം. ആ കാവലിന് വേണ്ടി നിങ്ങൾ കുരുവട്ടൂരിൽ ആ ശൈഖുനല്ല മൂപ്പര ലഫ്ദ് പറഞ്ഞു അവിടെ പോയി നിങ്ങൾ അവിടുത്തെ കാവല് സ്വീകരിക്കണം. അത് മഅരിഫത്തുള്ള കുട്ടിയാണ്. മഅരിഫത്തുള്ള മോനെ എതിർക്കാൻ പിന്നെ മഅരിഫത്തില്ലാത്ത വാപ്പ വന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതുകൊണ്ട് വേഗം അംഗീകരിക്കാൻ നോക്കുക എന്നല്ലാതെ തന്താന്ന് വിളിക്കുമ്പോൾ അടങ്ങാറാവണ്ട, വന്ന് അംഗീകരിക്കുക എല്ലാവരും. അതല്ലേ ചെയ്യേണ്ടത്. അപ്പം ഇനി പല ഉപദേശം ലാസ്റ്റ് സംഘടനയിലൊക്കെ വലിയ പ്രശ്നം വന്ന് ഒക്കെയായി. ഒരു ദിവസം ഉണ്ട് എന്നെ വിളിക്കണ്, അർജൻറ്റായിട്ടൊന്ന് കാണേണ്ടിയുണ്ട്. ഞാൻ മിംസ് ഹോസ്പിറ്റലിൽ ഒരു ചെറിയ റെസ്റ്റിലുണ്ട്, ഡ്രൈവർ വരെ പാടില്ല, നിങ്ങൾ ഒറ്റയ്ക്ക് വരാൻ പാടുള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് പോയി. ഞാൻ ഡ്രൈവ് ചെയ്ത് പോയി മിംസ് ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ കോഴിക്കോട്ട്. ഞാനതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ മൂപ്പര് കിടക്കുന്ന സ്ഥലത്തെത്തി. ഹാദിമീങ്ങളൊക്കെ പുറത്താക്കിയിട്ട് എന്നോട് പറഞ്ഞു, ഇവിടെ ഞാൻ പറയുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, റെക്കോർഡൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചെന്നോട്. ഞാൻ പറഞ്ഞു, പേടിക്കണ്ടെങ്കിൽ എന്താ റെക്കോർഡ് ചെയ്യണില്ല, നിങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഈ പേരോട് പൊന്മള ഈ ടീമൊക്കെ ഇവിടെ വലിയ ഫിത്തന ഉണ്ടാക്കിയിട്ടുണ്ട്, പലതും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരേതായാലും വരൂല എന്നുള്ള ധൈര്യത്തിൽ നിങ്ങളോട് പറയാണ്, നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് നീങ്ങേണ്ടത് കുരുവട്ടൂർ ഓരോ നിർദ്ദേശത്തിലാണ് എന്നാണ് ലാസ്റ്റ് കൈപിടിച്ച് എന്നോട് പറഞ്ഞ ഉപദേശം. നിഷേധിച്ചാൽ ചിലപ്പോൾ ക്ലിപ്പ് വരും, ഉറപ്പില്ല. മാത്രമല്ല, എന്നിട്ട് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രധാന ഒരു കാഴ്ച ഉണ്ടായിരുന്നു. ഞാനിതൊക്കെ ഉപദേശം കഴിഞ്ഞ് റൂമിൽ നിന്ന് നേരെ ഇറങ്ങുക, നേരെ മുന്നിലുണ്ട് ഇപ്പറഞ്ഞ എല്ലാ സാധനവും വന്ന് നിൽക്കണേ. ഒക്കെ മൂപ്പരെ കാണാൻ വന്നതാണ്. അങ്ങനെ എന്തെല്ലാം അനുഭവങ്ങൾ ഞങ്ങൾക്ക് പറയാണ്ട്. അനുഭവം ഇതാണ്ടല്ലോ, കുറച്ച് ആൾക്കാർ ഇവിടെ നിന്നിട്ട് ഞങ്ങൾ നിങ്ങളെ സംഘടനയിൽ നിന്നുള്ള അനുഭവമാണ് പറയാൻ തുടങ്ങിയാൽ പിന്നെ നിങ്ങൾക്ക് അസലും ഫസലും ഉണ്ടാവോ കൂട്ടരെ? പക്ഷെ നിങ്ങളെ അനുഭവം തമ്മിലൊരു വ്യത്യാസം ഉണ്ടാവും. എന്താ അറിയോ, ഞങ്ങൾ പറയുന്ന അനുഭവത്തിന് കൃത്യമായ രേഖ ഉണ്ടാവും. മർക്കത്തിൽ ഷാർ മുബാറക്ക് വന്നപ്പോൾ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്നോട് പറഞ്ഞു, നിങ്ങളോട് കുറച്ച് കാര്യം പറയണ്ട, ആരെയും കൂട്ടാതെ എൻ്റെ വീട്ടിൽ നിങ്ങളൊന്ന് വരണം. ഞാൻ പോയി സുഖമായിട്ട് റെക്കോർഡ് ചെയ്തു. ഞാൻ പറയാൻ ബാക്കിയൊന്നുമില്ല, എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതൊക്കെ ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ അനുഭവം പറയുമ്പോൾ ഓരോന്നും ഇപ്പം നിങ്ങൾ കഴിഞ്ഞ റമദാനിൽ അങ്ങ് ദുബൈയിൽ ഹക്കീം അസ്ഹരിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഗൂഢ ആലോചന വരെ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾ രേഖ വെച്ചാൽ സംസാരിക്കുക. അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട്. വരുന്ന സമയത്ത് ഞങ്ങൾ പുറത്ത് വിടുന്നുണ്ടല്ലോ ഓരോന്നോരോ. നിങ്ങളെ കയ്യിൽ ഒരു ചുക്കില്ല. നിങ്ങൾ തോന്നിയ ആളുകൾ അനുഭവിച്ച് വരിക. അങ്ങനത്തെ അനുഭവങ്ങൾക്ക് വല്ലാതെ നോക്കണം പൂതിയുണ്ടെങ്കിൽ കാന്തപുരവുമായുള്ള ബന്ധപ്പെട്ട അനുഭവങ്ങൾ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിലൊന്ന് അടിച്ചു നോക്കി ഒന്ന് കേട്ടു നോക്കിയാൽ മതി. ആ അനുഭവങ്ങൾ എങ്ങനെ ഉണ്ടോ അതേ വില, അല്ലെങ്കിൽ അത്രയും വില ഇയാതെ അനുഭവ കഥകൾക്കൊന്നും ഉണ്ടാവില്ല. രേഖകൾ സംസാരിക്കട്ടെ. ഞങ്ങൾ ഈ പറഞ്ഞത് സുന്നത്ത് ജമാഅത്തിൻ്റെ അടിത്തറയാണ്. നിങ്ങൾക്ക് അതിന് മറുപടി പറയാനില്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്തത് നിങ്ങൾ ഇത്തരം ബുക്കുകളുമായി. ഏതാണോ ആ ബുക്ക്? ആരാണ് ആ ബുക്ക് എഴുതിയത്? എവിടെ നിന്നാണ് ആ ബുക്ക് കിട്ടിയത്? ആരാണ് അതിൻ്റെ ആള്? എന്താണ് ആ ബുക്കിൽ ഉള്ളത്? ഉള്ളതായുള്ളൊന്ന് വായിക്കട്ടെ. അള്ളാഹുവിനെ നേടുന്നതിനായി അദ്ദേഹം ദുനിയാവ് ഉപേക്ഷിച്ചു. പിന്നീട് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം തന്നെ ദുനിയാവിലേക്ക് മടങ്ങി വന്നു. പിന്നെ അയാൾ എന്താ ചെയ്ത്? എല്ലാ മതങ്ങളിലെയും ജനങ്ങൾ മസ്ജിദുകളിലേക്കും ഹിന്ദു ക്ഷേത്രത്തിലേക്കും സിഖ് ക്ഷേത്രങ്ങളിലേക്കും ചർച്ചുകളിലേക്കും ആത്മീയ പ്രഭാഷണങ്ങൾക്കായി മഹാനവറുകളെ ക്ഷണിക്കുകയും അദ്ദേഹത്തിൽ നിന്ന് ദിക്റയെ ഖൽബ് കരസ്ഥമാക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ഒരാൾ, അയാൾ വിശ്വാസം പഠിപ്പിക്കുന്നത് എന്താണ്? അയാളുടെ വിശ്വാസത്തിന്റെ ഒറ്റ മോഡലുമാ. അത് എഴുതിയ ആൾ അതിവിടെ ഇന്ത്യയിലൊന്നുമല്ല, അങ്ങ് വേറെ ഏതോ നാട്ടിലെ കഥകൾ ഈ പറയുന്നത്. അയാൾ എല്ലാ മതത്തിൻ്റെ ആസ്ഥാനങ്ങളിലേക്കും പോകാറുണ്ട്. എല്ലാ മതവും ശരിയാണെന്ന് അയാൾ വിശ്വസിക്കുന്നത്രേ. സർവമത സത്യവാദമാണ് അതിൻ്റെ ആകത്തുക. ഓരോ മതത്തിനും അതിൻ്റെതായ വിശ്വാസമൊക്കെ ഇന്ത്യ രാജ്യത്ത് കൊണ്ടെടുക്കുക, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. അതിനിവിടെ സ്വാതന്ത്ര്യമുള്ള നാടാണ്. ഒരാൾക്ക് ഇതും വിശ്വസിക്കരുത്, സർവ്വമതവും സത്യമാണ്, അതിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇന്ത്യ രാജ്യമാണ്. പക്ഷേ
ദീനുൽ ഇസ്ലാമിന്റെ നിലപാട് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, പരിശുദ്ധ ദീൻ. ആ ദീനാണ് ഔസുൽ അഅ്ലം ഹയാത്താക്കിയ ദീൻ. ആ ദീനാണ് മടവൂര് ശൈഖുന ഹയാത്താക്കിയ ദീൻ. ആ ദീൻ അത് മാത്രമാണ് സത്യമെന്ന് വിശ്വസിക്കുന്നവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ. ഈ സർവ്വമത സത്യവാദമില്ലേ, ഈ ബുക്ക് ഞങ്ങൾ അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. അത് ത്വരീഖത്തുമല്ല, ദീനുമല്ല, അത് വേറൊരു മതമാണ് കൂട്ടരെ. ഇത് നല്ല സുഖണ്ടല്ലോ, ഒരു ചാഞ്ഞ മര, എന്ത് കണ്ടാലും ആ ത്വരീഖത്ത്, നല്ല സുഖണ്ടല്ലോ നിങ്ങൾക്ക്. എന്നിട്ട് ഞാൻ പറയുന്നില്ല ബാക്കി, ഇതൊക്കെ അറിയാം അയാൾക്ക്. ധാരോ എഴുതി വിട്ട സംഭവം. ഇപ്പം അഹമ്മദ് ഖാദിയാനി വന്നു, അയാൾ പറഞ്ഞു ഞാൻ നബിയാണ്. ഇനിയിപ്പോൾ ഇയാൾ പ്രസംഗിക്കുകയാണെങ്കിൽ എങ്ങനെ പ്രസംഗിക്കണം? പുതിയൊരു ത്വരീഖത്ത് വന്നിട്ടുണ്ട്, ഖാദിയാനി ത്വരീഖത്ത് എന്നാണ് അതിൻ്റെ പേര്. അവർ ഇവിടെ നബിയാണെന്ന് വാദി. പല ആളുകൾക്കും പല വാദം ഉണ്ടാവില്ലേ. ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യമില്ലേ? പല കൂടെ നടന്നിരുന്ന വേറെ പല ഭാഷയിൽ ഒരു ത്വരീഖത്തിൻ്റെ ശൈഖിനെ ഞാൻ അവിടെ കൊണ്ടുവരാൻ പോവാണ്. കാരണം നിങ്ങൾ അത്തരം ബുക്കുകളൊക്കെ വായിച്ച് ആളുകളെ പറ്റിക്കുമ്പോൾ നിങ്ങളുടെ സഹയാത്രികർ തന്നെ അങ്ങനെയുള്ള ആ സർവമത സത്യവാദത്തിന്റെ പ്രചാരകരും എഴുത്തുകാരുമാണ് എന്നത് മറക്കണ്ട. അങ്ങനാട് ത്വരീഖത്ത് ഉണ്ടാക്കാൻ നോക്കി ഏതൊക്കെ ഉണ്ട് എന്നാ പല ഭാഷയിലാണ് പറയണത്. പയച്ച ത്വരീഖത്തിന്റെ ഒരു ഷെയ്ഖ് ഇപ്പൊ വന്നിട്ട് പറയും. എന്താണ് ആ ഷെയ്ഖ് പറയാൻ പോകുന്നതെന്നറിയോ? എൻ്റെ വിശ്വാസം നന്മ ചെയ്ത എല്ലാവരും സ്വർഗത്തിലാണ് എന്നതാണ്. ഏത് മതത്തിൽപ്പെട്ടവനായാലും ഏത് പ്രത്യായ ശാസ്ത്രത്തിൽ വിശ്വസിച്ചവനായാലും വെല്ലുവിളിക്കുന്നു ഞാൻ നിങ്ങളെ. ഇത്തരം അബദ്ധങ്ങൾ പറഞ്ഞ ആളുകൾക്കൊക്കെ ത്വരീഖത്തെന്ന പേരിട്ട് കൊടുത്ത് വ്യാജന്മാരെന്ന് പറയുന്നവർ, സ്വന്തം സഹയാത്രികർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്താണ് നിങ്ങൾ അവർക്കെതിരെ പറയാത്തത്? ഇയാളെ ഭാഷയിൽ നമ്മളെ വളാഞ്ചേരി ശൈഖ് ഒന്ന് വന്നോട്ടെ, പുതിയ ത്വരീഖത്താ പറയട്ടെ. നമ്മളൊക്കെ ജീവിക്കുന്നത് എന്തിനാ? പരലോകത്ത് സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അല്ലാതെ ഇവിടെ മന്ത്രിയാവലോ MLA ആവലോ മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടർ ആവലോ ഒന്നുമല്ല. നമ്മളുടെ ആത്യന്തിക ലക്ഷ്യം എന്താ? സ്വർഗം കിട്ടുക എന്നുള്ളതാണ്. ആ സ്വർഗത്തിൽ നന്മ ചെയ്ത മുഴുവൻ മനുഷ്യരും ഉണ്ടാവും. ഞാൻ നന്മ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഉണ്ടാവില്ല, ഏത് മതക്കാരനാണെങ്കിലും ശരി. അതാണ് എൻ്റെ വിശ്വാസം. കണ്ടങ്ങൾ, സ്വർഗം കിട്ടലാണ് ഞങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം. എൻ്റെ വിശ്വാസം എന്താ? ഏത് മതക്കാരനായാലും നന്മ ചെയ്താൽ സ്വർഗം കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം. അതയാൾ വിശദമായി പറഞ്ഞു. പുസ്തകം എഴുതി, സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന പുസ്തകം എഴുതി. നിങ്ങളുടെ കൂടെ നടക്കുന്ന ഒരാളായിട്ട് പോലും നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രഭാഷകൻ അദ്ദേഹം എഴുതിയത് തെറ്റാണെന്നോ പുതിയൊരു ത്വരീഖത്ത് വന്നിട്ടുണ്ട് ജലീൽ ത്വരീഖത്ത് എന്ന് പറഞ്ഞതായി ഞങ്ങൾ ആരും കേട്ടിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞെന്താ, നിങ്ങൾ സർവമത സത്യവാദവുമായി പലരും വരും. ആ വരുന്ന ആളുകൾക്കൊക്കെ ത്വരീഖത്ത് പട്ടം ചാർത്തിയിട്ട് ഇത് വ്യാജന്മാരാണ് എന്ന് പറഞ്ഞാൽ അതൊന്നും നടക്കാൻ പോകണല്ല. അങ്ങനെ പല ബുക്കും ഇവിടെ ഉണ്ടാവില്ല. മീർസാ ഗുലാം അഹമ്മദ് ഖാദിയാനിയുടെ ബുക്കിന്റെ മുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് എഴുതി വെച്ചത് കൊണ്ട് അത് ഇസ്ലാമാകോ? എവിടെങ്കിലും ഒരു ഷെയ്ഖെന്നോ മുറബ്ബിയെന്നോ കാണുന്നത് കൊണ്ട് ഇത് ദീനാകോ? സർവമത സത്യവാദം എന്ന് ദീനിലുണ്ടോ? ഒരിക്കലുമില്ല. പച്ചയായ കുഫ്റാണത്. മുസ്ലിം സമൂഹം ഒന്നടങ്കം തള്ളിക്കളഞ്ഞ് വലിച്ചെറിഞ്ഞ് ഈ സമൂഹവുമായി അതിന് ബന്ധമില്ലെന്ന് പ്രഖ്യാപിച്ച ഏതോ ആളുകളെ എടുത്തുകൊണ്ടുവന്ന് മശായിഖന്മാരെ അഹ്ലിലേക്ക് ചേർക്കാൻ മാത്രം എന്ത് അധപ്പതനമാണോ നിങ്ങളെ കഥ? എന്നിട്ട് ഉളുപ്പില്ലാതെ ഈ ബുക്ക് വായിക്കുക. എന്താണ് ആ ബുക്കിലുള്ളത്? ആരാ അത് എഴുതിയത്? എവിടെന്നാ അത് വന്നത്? അതിൻ്റെ ഒരു ചുക്കുങ്ങൾക്കറിയില്ല. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഞങ്ങൾ പറയുന്നത് നേർക്ക് നേരെ പറയും, അതിൽ വളച്ചുകെട്ടലുകളില്ല. ഞങ്ങളിവിടെ പറഞ്ഞ പ്രസംഗം ലൈവാണ്, നിങ്ങളെ പേടിച്ച് ലൈവ് നിർത്തലില്ല. ഞങ്ങളിവിടെ പ്രസംഗിച്ച പ്രസംഗം ഞങ്ങളെ മശായിഖന്മാരുടെ നിർദ്ദേശത്തിലാണ്. അവർ വേണ്ടെന്ന് പറഞ്ഞ സെക്കൻഡിൽ ഞങ്ങൾ നിർത്തുമിത്. കാരണം ഞങ്ങൾ ഞങ്ങളുടെ വകയിലൊന്നും പറഞ്ഞിട്ടില്ല. അല്ലാഹു തആല അവന്റെ റസൂലിനെ അറിയിച്ചു കൊടുത്ത് ആ റസൂലിന്റെ വാരിസീങ്ങളായ മശായിഖന്മാരും അവരെ അംഗീകരിച്ച ഉലമാവും ഇവിടെ എഴുതി വെച്ച അഹ്ലുസുന്നയുടെ പച്ചയായ യാഥാർത്ഥ്യങ്ങളല്ലാതെ ഈ സംഘം ഏതെങ്കിലും ഒരു വാദം പറഞ്ഞു വച്ചത് തെളിയിക്കാൻ പേരോടുകാരനോ മുഷാവറയോ ഏതെങ്കിലും ഒരുത്തനുണ്ടെങ്കിൽ ഞങ്ങൾ റെഡിയാണ്. ഒരു വാദപ്രതിവാദത്തിന് തയ്യാറാവുക എന്നാണ് ഞങ്ങൾക്ക് പറയാൻ. ഓമശ്ശേരിയിൽ തന്നെ ആവട്ടെ.